ഹലോ, ഇന്ന് നമുക്ക് ചാപ്റ്റർ M1 ചാപ്റ്റർ 9 ആണ് എടുക്കാനുള്ളത്. അതിൽ ചാപ്റ്റർ 9 ഇമെയിൽ എന്ന ചാപ്റ്റർ. ഓക്കെ, ഇമെയിൽ ഇപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഇലക്ട്രോണിക് മെയിൽ. അതായത് ഇമെയിൽ സ്റ്റാൻഡ് ഫോർ ഇലക്ട്രോണിക് മെയിൽ. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്ലിക്കേഷൻ യൂസ്ഡ് ഫോർ സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജ് ബിറ്റ്വീൻ യൂസർ ഓവർ ദ ഇൻ്റർനെറ്റ്. അതായത് മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും യൂസേഴ്സുകൾക്ക് തമ്മിൽ മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്ലിക്കേഷനെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സർവീസ് ഓൺലൈൻ. അതായത് നമ്മൾ ഇപ്പം മെസ്സേജ് പാസിങ്ങിനും വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് മെസ്സേജിനും വേണ്ടിയിട്ട് മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് എന്ത് ഇമെയിൽ എന്ന് പറഞ്ഞത്. ഈ ഓൺ October 29, 1969 the first computer message was sent using ARPANET യൂസ് ചെയ്തിട്ടാണ് 1969 ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെസ്സേജ് സെൻഡ് ചെയ്തത്. ഓക്കെ, അതായത് ഇത് ഇൻ്റർനെറ്റിൻ്റെ ഏർലി വേർഷൻസ് ആണ്. In 1971, Ray Thompson developed the complete email system. ഇമെയിൽ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് 1971 ഡെവലപ്പ് ചെയ്തത്. ഒരു ഇമെയിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സെൻഡ് ചെയ്യുമ്പോൾ അതിൽ ടെക്സ്റ്റ് ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും, ഫയൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഈ ഇമെയിലിൽ ഉണ്ടാവും. നമ്മൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ സർവീസസുകളാണ് ജിമെയിൽ, ഔട്ട്ലുക്ക് ആൻഡ് യാഹൂ മെയിൽ. അങ്ങനെ നമ്മൾ അധികം ആൾക്കാരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ജിമെയിൽ അല്ലേ. ഇനി ഒരു ഇമെയിലിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ദർ ഇസ് എ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഫോർ ഇമെയിൽസ്. കണ്ടന്റ് ആർ പ്രൈമറിലി ക്ലാസിഫൈഡ് ടു ഹെഡർ ആൻഡ് ബോഡി. ഹെഡർ എന്നും ബോഡി എന്നും രണ്ടായിട്ടാണ് ഇമെയിലിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഹെഡർ. ഹെഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇമെയിൽ ഹെഡർ കണ്ടെയ്ൻസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ മെയിൽ. ഇമെയിൽ അതായത് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷനാണ് ഈ ഹെഡറിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അതിലെന്തൊക്കെ ഉണ്ടാവുക? ആരാണ് ഹു സെൻഡ് ദ ഇമെയിൽ, ആരാണ് മെയിൽ സെൻഡ് ചെയ്യുന്നത്, ഹു റിസീവ് ഇട്ട്, അത് ആരാണ് റിസീവ് ചെയ്യുന്നത്, അതിൻ്റെ സബ്ജക്റ്റ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും എന്ത് ഇമെയിൽ ഉണ്ടായിരിക്കുക. ദ കണ്ടന്റ് മേ വേരി സ്ലൈറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ ഇമെയിൽ സിസ്റ്റം. അതായത് ഇമെയിൽ സിസ്റ്റത്തിൻ്റെ കണ്ടന്റ് ചിലപ്പോൾ സ്ലൈറ്റ്ലി അത് മാറിക്കൊണ്ടിരിക്കും. ബട്ട് ജനറലി ഇൻക്ലൂഡ് ദ അതായത് അങ്ങനെ സബ്ജക്റ്റുകൾ മാറിക്കൊണ്ടിരുന്നാൽ അതിലെന്തൊക്കെ ഉണ്ടാവും? ഇതിൽ സബ്ജക്റ്റ് എന്നുള്ള പാർട്ട് ഉണ്ടാവും, സെൻഡർ ഉണ്ടാവും, റെസിപ്പിയൻ്റ് ഉണ്ടാവും, CC ഉണ്ടാവും, ഡേറ്റ് ആൻഡ് ടൈം റിസീവ്ഡ് ഉണ്ടാവും, റിപ്ലൈറ്റ് ഉണ്ടാവും, റെസിപ്പിയൻ ഇമെയിൽ അഡ്രസ്സ്, അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ കുറേ പാർട്ടുകൾ ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സബ്ജക്റ്റ്. സബ്ജക്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ടോപ്പിക് എന്താണ്, അത് റെസിപ്പിയൻ്റ് എന്താണ്, അതൊരു ബ്രീഫ് ഐഡിയ അബൌട്ട് ദ കണ്ടന്റ്, ആ കണ്ടന്റിനെ കുറിച്ചിട്ടൊരു ബ്രീഫ് ഐഡിയ. അതിൽ എക്സാമ്പിളാണ് മീറ്റിംഗ് അപ്ഡേറ്റ് ഫോർ മൺഡേ. പിന്നെ അതിൻ്റെ സെൻറ്റർ എക്സാമ്പിളായിട്ട് സബ്ജക്റ്റായിട്ട് വരുന്നത് മീറ്റിംഗ് അപ്ഡേറ്റ് ഫോർ മൺഡേ. അതിൻ്റെ സെൻറ്ററിൽ എന്താണ്? ഫ്രം അഡ്രസ്സ്, അതായത് ആരാണ് അയക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കത്ത് എഴുതുമ്പോഴുണ്ടാവില്ല ഫ്രം ടു അഡ്രസ്സ്, അപ്പോൾ അതിൻ്റെ അവിടെ ഫ്രം എന്നുള്ളിടത്ത് അത് സെൻറ്ററിൽ, അതായത് ഇമെയിൽ അഡ്രസ് ഓഫ് ദ സെൻറ്ററിൻ്റെ ഇമെയിൽ അഡ്രസ്സ്. നമ്മൾ എക്സാമ്പിളായിട്ട് അവിടെ പറയുന്നത്
john@gmail.com അങ്ങനെ ഉള്ളത്. പിന്നെ റെസിപ്പിയൻ്റ് ആർക്കാണോ നമുക്ക് അയക്കേണ്ടത്. ഇൻഡിക്കേറ്റ് ദ പ്രൈമറി റെസിപ്പിയൻ്റ് ഓഫ് ദ ഇമെയിൽ ക്യാൻ ഇൻക്ലൂഡ് 1 or more അഡ്രസ്സ്. ഈ ടൂല് വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ അഡ്രസ്സുകൾ ഉണ്ടാവും. കാരണം വെച്ചാൽ ചിലപ്പോൾ ആ മെയിൽ തന്നെ വേറെ ആർക്കും അയക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് പോവാം, ഇട്ടിട്ട് നെക്സ്റ്റ് അഡ്രസ്സ് അടിച്ചിട്ട് നമുക്ക് പോവാം. ഇനി ഉള്ളതാണ് CC, അതായത് കാർബൺ കോപ്പി. കാർബൺ കോപ്പി എന്ന് പറയുന്നതിൽ സെൻസ് എ കോപ്പി ഓഫ് ദ ഇമെയിൽ ടു അതർ പീപ്പിൾ അപ്പാർട്ട് ഫ്രം ദ മെയിൻ റെസിപ്പിയൻ്റ്. അതായത് നമ്മൾ നമ്മൾ ഒരാൾക്ക് അയക്കുന്നതിന് അതേ കോപ്പി തന്നെ വേറൊരാൾക്ക് അയക്കുകയാണെങ്കിൽ ആ CCയിലുണ്ടാവും വേറെ ആർക്കൊക്കെയാണ് അയച്ചത് എന്നുള്ളതിൻ്റെ അഡ്രസ്സ് അതിൽ ഉണ്ടാവും. അതിൽ എക്സാമ്പിളാണ് മാനേജർ അതായത് ഇപ്പം നമ്മൾ ഒരു ആൾക്ക് അയക്കുകയാണെങ്കിൽ വേറെ ആൾക്കും അതേ മെയിൽ തന്നെ അയക്കുമ്പോൾ CCയിൽ അയച്ചാൽ പിന്നെ നമ്മൾ എടുത്ത് നോക്കുന്ന മെസ്സേജ് കിട്ടിയ ആൾക്ക് എന്ത് നോക്കാൻ കഴിയും, വേറെ ആൾക്കൊക്കെ ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഉള്ളത് അവർക്ക് കാണാൻ പറ്റും. ഇനി പിന്നെ ഡേറ്റ് ആൻഡ് ടൈം റിസീവ്ഡ്. പിന്നെ അതായത് നമ്മൾ എങ്ങനെയാണ് റെസിപ്പിയൻ്റ് സെർവർ എങ്ങനെയാണ് മെയിൽ ഇതായത് എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യാൻ, അത് മെയിൽ ഓർഗനൈസ് ചെയ്യാനൊക്കെ ഈ ഡേറ്റ് ആൻഡ് ടൈം കൊണ്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്തതാണ് റിപ്ലൈ ടു. ആർക്കാണ് അയക്കുക. സ്പെസിഫൈ ദ ഇമെയിൽ അഡ്രസ് വേർ റിപ്ലൈ ഷുഡ് ബി സെൻഡ്, സംടൈംസ് ഡിഫറെൻറ്റ് ഫ്രം ദ സെൻഡേഴ്സ് അഡ്രസ്സ്. അതായത് സെൻഡേഴ്സ് അഡ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, റിപ്ലൈ കൊടുക്കുക, സാധാരണ മെസ്സേജ് കൊടുക്കുന്ന പോലെ. റെസിപ്പിയൻ ഇമെയിൽ അഡ്രസ് ഷോ ദ എക്സാക്റ്റ് ഇമെയിൽ ID ഓഫ് ദ റെസിപ്പിയൻ ഇവൻ നെയിം ഈസ് ഡിസ്പ്ലേ, ഹെൽപ്പ് ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽ റെസിപ്പിയൻ ക്ലിയർലി. അതായത് റെസിപ്പിയൻറ്റിൻ്റെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ എന്തായിരിക്കും അവർക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടുകയുള്ളൂ. ഇനി അതിൽ അറ്റാച്ച്മെൻറ്റ്, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇമേജസുകളോ PDF-കളോ അല്ലെങ്കിൽ എന്ത് ഡോക്യുമെൻറ്റുകളും വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാനും വേണ്ടിയിട്ട് അറ്റാച്ച്മെൻറ്റിൽ പറ്റും. അതിൽ നമുക്ക് റെസ്യൂം എന്ത് ഇമേജ് ആണെങ്കിലും നമുക്ക് അറ്റാച്ച്മെൻറ്റിൽ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് അതിൻ്റെ ബോഡി. ബോഡി പറഞ്ഞാൽ നമ്മൾ അതിൽ എന്തൊക്കെയാണ് കണ്ടൻറ്റ്, അതാണ് ബോഡിയിൽ വരാം. ദ ബോഡി ഓഫ് എൻ ഇമെയിൽ ഇസ് ദ മെയിൻ കണ്ടൻറ് ഏരിയ വേർ ദ ആക്ച്വൽ മെസ്സേജ് ഈസ് റിട്ടേൺ. നമ്മളൊരു മെസ്സേജ് റിട്ടേൺ ചെയ്യുമ്പോൾ അതിൽ മെയിൻ കണ്ടൻറ്റിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയാം. ഇറ്റ് ഈസ് യൂഷ്വലി കണ്ടെയ്ൻ, അതിലെന്തൊക്കെയാണ് ടെക്സ്റ്റ് ഉണ്ട്, സിഗ്നേച്ചേഴ്സ് ഉണ്ട്, ഒക്കെ എന്താണ് ആ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ എന്താണ് ദ മെയിൻ മെസ്സേജ് ഓർ ഇൻഫോർമേഷൻ യു വാണ്ട് ടു സെൻഡ്, നമുക്ക് സെൻഡ് ചെയ്യേണ്ട മെയിൻ മെസ്സേജുകളും ഇൻഫോർമേഷനുകളും ആ ടെക്സ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ സിഗ്നേച്ചേഴ്സ് ദീസ് ആർ ഓഫൺ അഡ്രസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഇമെയിൽ ഓട്ടോമാറ്റിക്കലി ആൻഡ് ഇൻക്ലൂഡ് ദ സെൻഡേഴ്സ് നെയിം, ജോബ് ടൈറ്റിൽ, കോണ്ടാക്ട് ഇൻഫർമേഷൻ, അതൊക്കെയാണ് സിഗ്നേച്ചർ ഉണ്ടാവും. അതായത് നമുക്ക് സെൻഡേഴ്സ് നെയിം, അതെന്താണ് ജോബ് ടൈറ്റിൽ, പിന്നെ കോണ്ടാക്ട് ഇൻഫർമേഷൻ ഒക്കെ എന്താണ് ആ സിഗ്നേച്ചറിലാണ് പെടുന്നത്. പിന്നെ ഓപ്പണിംഗ് എ ജിമെയിൽ അക്കൗണ്ട് സ്റ്റെപ്പ് ബൈ, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം കേട്ടോ. അതാണ് ഈ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ് നമ്മൾ എന്താണ് HTTP അക്കൗണ്ട് google.com ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേഷൻ പേജാണ് അതിലുണ്ട്, അത് ഓപ്പൺ ആയിട്ട് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഞാൻ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ പറഞ്ഞു തരട്ടെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാമായിരിക്കും. ഇനി അറിയാൻ പറ്റാത്തവരോ ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങളെ ഫോണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധ ആൾക്കാർ ഇമെയിൽ ഉണ്ടാക്കി. ഇനിയിപ്പോൾ അഥവാ നമുക്ക് അറിയാത്ത രീതിയിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കഫേയിലോ അങ്ങനെയൊക്കെ പോയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കാരണം വെച്ചാൽ നമ്മൾ 10th അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കോളർഷിപ്പ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മെയിൽ ഐ ഡി ആയിട്ട് വരും. അപ്പോൾ അതേ സമയത്ത് അവിടുന്ന് അവർ ഉണ്ടാക്കി തരും. ഇനി നമ്മൾക്ക് തന്നെ നമുക്ക് സ്വയം വേണം എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൽ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ സൈൻ അപ്പ് അപ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മളെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അങ്ങനെ ഓപ്ഷൻസ് നമുക്ക് നോർമൽ പേഴ്സണ് അത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ യൂസർ നെയിം നമുക്ക് എന്താണോ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ വരുന്നത് അത് വേണമെങ്കിൽ നമുക്ക് യൂസർ നെയിം ആക്കാം. പിന്നെ നമ്മൾ പാസ്വേഡ് അയക്കുക. എന്നിട്ട് പിന്നെ അതായത് ആദ്യം ഒരു പാസ്വേഡ് സെൻഡ് ചെയ്യാനുണ്ട്, ടൈപ്പ് ചെയ്യാനുണ്ടാവും. പിന്നെ അതേ പാസ്വേഡ് തന്നെ റീസെൻഡ് അടിക്കാനും ഉണ്ടാവും. കാരണം വെച്ചാൽ എന്താണ്, അത് കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്, നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്. ഇനി അതിൽ പാസ്വേഡ് സ്ട്രോങ് ആവാനും വേണ്ടിയിട്ട് അവർ കുറേ റൂളുകൾ കാര്യങ്ങൾ അവിടെ പറയും. അത് അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്താണ് റൂള് എന്നുള്ളത്. ആദ്യം നമ്മൾ 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്യാരക്ടറോ ലെറ്റേഴ്സുകൾ അല്ലെങ്കിൽ നമ്പേഴ്സുകൾ സിമ്പിൾസുകൾ ഒക്കെ ബെറ്റർ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. പിന്നെ ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ബട്ടൺ അടിച്ചിട്ട് പോവുക. എന്നിട്ട് നമുക്ക് നമ്മളെ ഫോൺ നമ്പർ നമ്മളെ നമ്മളെ മെയിൽ വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമുക്ക് അതിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നടത്താനും വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ നമ്പർ എടുക്കുക. പിന്നെ യു വിൽ റിസീവ് ടെക്സ്റ്റ് മെസ്സേജ് ഫ്രം ഗൂഗിൾ വിത്ത് വെരിഫിക്കേഷൻ കോഡ്. നമ്മൾ എന്താണ് ടെക്സ്റ്റ് മെസ്സേജ് നടത്തുക. റിസീവ് എ ടെക്സ്റ്റ് മെസ്സേജ് ഫ്രം ഗൂഗിൾ വിത്ത് വെരിഫിക്കേഷൻ കോഡോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ അവിടെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്ത് പോകേണ്ട ഇതാണ്. അത് നമുക്ക് തന്നെ മനസ്സിലാവും. പിന്നെ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മളെ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുത്തിട്ട് എല്ലാത്തിനും ലാസ്റ്റ് നമ്മൾ ഐ എഗ്രി എന്നുള്ള ഇത് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ നമ്മളെ മെയിൽ ഐ ഡി എന്തായിരിക്കും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്നിട്ട് ആ ജിമെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇമെയിലോട് പാസ്വേഡ് വെച്ചിട്ട് നമ്മളൊന്ന് കയറി നോക്കുക. നമ്മൾ ഇതിൽ നമ്മളെ ഇതിലൊന്ന് കയറി നോക്കുക ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളതാണ് എന്താണ് മെയിൽ ബോക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് ഒന്ന് വേറെ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അതായത് ഇപ്പോൾ നമ്മളെ പേഴ്സണൽ ഇതിന് വേറെ ജിമെയിൽ, ഒഫീഷ്യൽ ഇതിന് വേറെ ജിമെയിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ സെക്യൂരിറ്റി എന്തായാലും നമ്മൾ നോക്കണം കേട്ടോ. അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ വേറെ ആർക്കും ഷെയർ ചെയ്യാനോ ഒന്നിനും പാടില്ല. ഓക്കെ, ഇനി അടുത്തതാണ് മെയിൽ ബോക്സ്. ഇൻബോക്സ് എന്താണ്, ഔട്ട് ബോക്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് എൻ ഏരിയ വെർ യു ക്യാൻ സീ ഓൾ ദ റിസീവ്ഡ് മെയിൽസ്. നമുക്ക് വന്നിട്ടുള്ള എല്ലാ മെസ്സേജുകളും ഇൻബോക്സിലുണ്ടാവും. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഫോണിലോ വാട്സപ്പിലൊക്കെ വരുന്ന പോലെ തന്നെ അത് അല്ല, വാട്സപ്പിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഇൻബോക്സ് എന്നുള്ള നമ്മൾ മെസ്സേജുകൾ ഇങ്ങനെ കാണുമല്ലോ ഓരോത്. അപ്പം ഈ മെയിൽ ഐ ഡി ഇപ്പം നമ്മൾ അതൊക്കെ ഒന്നായിട്ടൊരു വ്യൂവിലായിട്ട് കാണല ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇൻബോക്സ് ഔട്ട് ബോക്സ് അങ്ങനെ മെയിൽ ബോക്സിലെല്ലാം 2 ആയിട്ടുണ്ടാവും. അതിൽ ഇൻബോക്സിൽ നമുക്ക് വന്നിട്ടുള്ള മെയിൽ ഐ ഡികൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഔട്ട് ബോക്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട് ഗോയിങ് മെസ്സേജ് ഓർ മെസ്സേജസ് വിച്ച് ആർ ഇൻ പ്രോസസ് ഓഫ് സെൻഡിങ് ഓർ വിച്ച് ആർ ഫെയിൽഡ് ടു സെൻഡ് ആർ സ്റ്റോർഡ്. അതായത് നമ്മൾ അയച്ച മെയിലുകളോ അല്ലെങ്കിൽ എന്താണ്
നമ്മൾ ഫെയിൽ ചെയ്ത മെസ്സേജുകളോ സ്റ്റോർ ചെയ്യുന്ന ഇതാണ് എന്ത് ഔട്ട് ബോക്സ് എന്ന് പറയുന്നത്. ഇനി സെൻഡ് മെയിൽ. നമ്മൾ സെൻഡ് മെയിൽ എന്താണ്? നമ്മൾ മെസ്സേജ് സെൻഡ് മെയിൽ ഈസ് എൻ ഏരിയ ടു വ്യൂ ഓർ ദ സെൻഡ് ഓർ സക്സസ്ഫുള്ളി ഡെലിവേർഡ്. അതായത് നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള സക്സസ്ഫുള്ളി ആയിട്ട് ഡെലിവേർഡ് ചെയ്ത മെയിലുകളെയാണ് നമ്മൾ സെൻഡ് മെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനായിട്ട്. ഇൻബോക്സ് എന്താണ്, ഔട്ട് ബോക്സ് എന്താണ്, അവിടെ ലെഫ്റ്റിൽ കാണിക്കുന്നുണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ടാവും ഇൻബോക്സ് ഔട്ട് ബോക്സ് എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇനി നമുക്കൊരു ന്യൂ മെയിൽ ക്രിയേറ്റിംഗ് എ സെൻഡിങ് എ ന്യൂ ഇമെയിൽ അല്ലേ. അതായത് നമുക്കൊരു പുതിയ ഇമെയിൽ അയക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു മെയിൽ അയക്കാൻ എന്താണ് നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മൾ ഇമെയിൽ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ പാസ്വേഡൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ എന്താണ് ഇതിൽ ലോഗിൻ ചെയ്യണം. എന്നിട്ട് യൂസർ നെയിമും പാസ്വേഡും അയച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം എന്താക്കാം, അവിടെ കമ്പോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ കമ്പോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഏതൊക്കെയാണ് ഡീറ്റെയിൽസുകൾ അത് ഇതേപോലെ ഒരു മെസ്സേജ് ബോക്സ് ഇങ്ങനെ അവിടെ വരും. അപ്പോൾ അവിടെ 2 അടിക്കുക, സബ്ജക്റ്റ് ഫില്ല് ചെയ്യുക. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതൊക്കെ ഇപ്പം നമുക്കവിടെ വീഡിയോസുകളായിട്ടോ ഫോട്ടോസുകളായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്തൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ റിപ്ലൈയിങ് ടു ആൻ ഇമെയിൽ മെസ്സേജ്, അതായത് നമ്മളെ ഇമെയിൽ മെസ്സേജിന് നമ്മൾ അത് റിപ്ലൈ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് റിപ്ലൈ കൊടുക്കുക? അതായത് നമ്മൾ ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് അവിടെ റിപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ റിപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് അത് റിപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ Shift+ അല്ലെങ്കിൽ നമുക്ക് Shift+R ചെയ്താലും കീബോർഡിൽ R ചെയ്താലും നമുക്ക് റിപ്ലൈ മെസ്സേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണത്. ഇനി ഇമെയിൽ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അതായത് നമ്മളത് മെയിലായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഫോർവേഡ് എന്നുള്ള ഇതുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ Shift+F ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ എന്താണ് നമ്മൾ ഇമെയിൽ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അത് സെൻഡ് ചെയ്യുക, അതിൽ സെൻഡ് ചെയ്യുക ബട്ടണിൽ വെച്ചിട്ട് നമുക്കത് കറസ്പോണ്ടിങ് പേഴ്സൺ എന്താ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആർക്കാണ് അയക്കേണ്ടത് അവരുടെ അഡ്രസ് ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കുക. സെർച്ചിങ് ഇമെയിൽസ് ഹെൽപ്പ് യു ഫൈൻഡ് സ്പെസിഫിക് മെസ്സേജ് വിത്തൗട്ട് മാനുവലി ബ്രൗസിങ് ഓൾ ഇമെയിൽസ്. അതായത് നമ്മൾ ഒരു മെയിൽ സെർച്ച് ചെയ്യുകയാണ്, നമുക്ക് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നമുക്ക് ഓർമ്മ ഉണ്ടാവുകയാണ്, നമ്മൾ അന്ന് അയച്ച മെസ്സേജ് സെൻഡ് ചെയ്യാണ്. അപ്പം നമ്മൾ എന്താണ് അങ്ങനെ മെയിൽ സെർച്ച് ചെയ്യാൻ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് നെയിം ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഐ ഡി നമുക്കറിയാണെങ്കിൽ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അതിലേതെങ്കിലും ടെക്സ്റ്റുകൾ ഉണ്ടാവുമല്ലോ നമുക്കതിൽ, അപ്പോൾ ഏതെങ്കിലും കീവേഡുകൾ അടിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമെയിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി നമ്മളൊരു ഇമെയിൽ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ടു ഫയൽസ് വെൻ കമ്പോസിങ് ആൻ ഇമെയിൽ അതായത് നമ്മളൊരു എന്തെങ്കിലും ഒരു ഫയലുകൾ PDF എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ Gmail നമ്മളെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ന്യൂ ഇമെയിൽ ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ എന്താണ് സിഗ്നേച്ചർ സെറ്റിങ്സിൽ സിഗ്നേച്ചർ ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ സിഗ്നേച്ചർ
ക്ലിക്ക് ന്യൂ അല്ലെങ്കിൽ നമ്മളെ സിഗ്നേച്ചർ, അതായത് വർക്ക് ഓർ പേഴ്സണൽ, അതൊക്കെ ആയിട്ട് നമുക്ക് എന്താക്കുക നമ്മളെ സിഗ്നേച്ചറായിട്ട് നമ്മളെ ഫയലിൽ കമ്പോസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എഡിറ്റ് ആൻഡ് ഫോർമാറ്റ് സിഗ്നേച്ചർ, എന്നിട്ട് അണ്ടർ എഡിറ്റ് സിഗ്നേച്ചർ നമ്മളവിടെ കോണ്ടാക്ട് ഇൻഫോർമേഷൻ, എന്തൊരു മെസ്സേജ് ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഫോണ്ട് സൈസ്, കളർ എക്സെട്ര എല്ലാം നമുക്ക് എന്തായിരിക്കും അവിടെ എഡിറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ സേവ് ആൻഡ് ക്ലോസ് ആണ് അതിൽ വരുന്നത്. അതിൽ പിന്നെ സേവ് ആൻഡ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്നിട്ട് നമ്മൾ കമ്പോസിൽ പോയിട്ട് അവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇമെയിൽ സിഗ്നേച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. ഇമെയിൽ സിഗ്നേച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ന്യൂ ഇമെയിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ മെയിൽ ക്ലിക്ക് ചെയ്തിട്ട് സിഗ്നേച്ചർ സെറ്റിങ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ സിഗ്നേച്ചർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു സിഗ്നേച്ചർ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് കളറോ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, if you have more than one signature, go to choose default signature, select the one you want to new message or replace forward. അത് നമുക്ക് ന്യൂ മെസ്സേജിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വിച്ച് സിഗ്നേച്ചർ വൈൽ റൈറ്റിംഗ്, യു ക്യാൻ ഓൾവേസ് ചേഞ്ച് ദ സിഗ്നേച്ചർ ഇൻ ദ മെസ്സേജ് ബൈ സെലക്ടിങ് സിഗ്നേച്ചർ ചൂസ് അനദർ വൺ. എന്നിട്ട് നമ്മൾ ആ സിഗ്നേച്ചർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. ഇനി MS ഔട്ട്ലുക്ക് അതിൻ്റെ കോൺഫിഗറേഷനും യൂസേജും, അതായത് MS ഔട്ട്ലുക്കിൻ്റെ, അതായത് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്നാണ് MS ഔട്ട്ലുക്ക്. അതിൻ്റെ എന്താണ് അതിൻ്റെ കോൺഫിഗറേഷൻ, എന്താണ് അതിൻ്റെ യൂസേജ്. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ഈസ് എ widely used email client that allow users to send and receive emails through മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച് സേവർ. അതായത് മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച് സേവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലയൻറ്റ് സെർവറിൽ നിന്ന് നമ്മൾ മെയിൽ റിസീവ് ചെയ്യുക. ഓക്കെ, അതായത് എന്തൊക്കെയാണ് അതിൽ ഓഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച് സെർവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക. ഇനി കോണ്ടാക്ട് മാനേജ്മെൻറ്റ്, അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്ത് കോണ്ടാക്ട് മാനേജ്മെൻറ്റ്, കലണ്ടർ ഷെഡ്യൂളിംഗ്, ടാസ്ക് മാനേജ്മെൻ്റ് ഒക്കെ എന്താണ് ഈ MS ഔട്ട്ലുക്കിൽ നടത്തും. ഔട്ട്ലുക്ക് ഈസ് അതായത് ഔട്ട്ലുക്ക് നമുക്ക് സ്റ്റാൻഡ് ലോൺ ആപ്ലിക്കേഷനിലോ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിൽ അല്ലെങ്കിൽ ഓഫീസ് 365 എന്താണ് നമുക്ക് MS ഔട്ട്ലുക്ക് പോസിബിളാണ്. അതിൽ എക്സൽ വിച്ച് ഇൻക്ലൂഡ് ടൂൾസ് എക്സൽ, പവർ പോയിൻ്റ് പോലുള്ള ഇതൊക്കെ എന്താണ് 365 നമുക്ക് അവൈലബിൾ ആയിട്ട് പറയുന്നത്. അതിൽ 2 ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. പേഴ്സണൽ യൂസേഴ്സ് ഉണ്ട്, ബിസിനസ് യൂസേഴ്സ് ഉണ്ട്. പേഴ്സണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്ലുക്ക് ഇൻഡിവിജ്വൽ ഇമെയിൽ സോഫ്റ്റ്വെയർ, ഒരു ഇൻഡിവിജ്വൽ ഇമെയിൽ സോഫ്റ്റ്വെയർ ആയിട്ടാണ് പേഴ്സണൽ യൂസേഴ്സിൽ. പിന്നെ ബിസിനസ് യൂസേഴ്സിലോ ഔട്ട്ലുക്കിന് മൾട്ടി യൂസർ എൻവയോൺമെൻ്റ് ആയിട്ടാണ് ബിസിനസ് യൂസിൽ ആക്കുന്നത്. അപ്പോൾ 2 ആയിട്ടുണ്ട്, പേഴ്സണൽ യൂസേഴ്സും ഉണ്ട്, ബിസിനസ് യൂസേഴ്സും ഉണ്ട്. പിന്നെ ഇതിലെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യാൻ, കൊളാബറേറ്റ് ഓൺ പ്രൊജക്റ്റ്, പിന്നെ സെൻഡ് നോട്ടിഫിക്കേഷൻ ആൻഡ് റിമൈൻഡേഴ്സ്, അതായത് ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യാൻ, ഓരോ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ, നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ റിമൈൻഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ MS ഔട്ട്ലുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ അതിൽ MS ഔട്ട്ലുക്ക് എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നുള്ളത് നമുക്ക് പറയാം. ആദ്യം നമ്മൾ ഔട്ട്ലുക്ക് ഇമെയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുക. അതായത് ആദ്യം നമ്മൾ ഔട്ട്ലുക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ഔട്ട്ലുക്ക്, അതായത് നമ്മൾ ഔട്ട്ലുക്ക് അയക്കണ ആ സ്റ്റാർട്ട് മെനു, നമ്മൾ ഡെസ്ക്ടോപ്പിലുള്ള സ്റ്റാർട്ട് മെനുവിലുണ്ടാവും എന്താണ് ഔട്ട്ലുക്ക്, MS ഔട്ട്ലുക്ക് എന്നുള്ള അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് കോർണറിലേക്കാരോ ഔട്ട്ലുക്ക് വിൻഡോയിലെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അതിൽ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അതിലൊരു ആ പിക്ചറിൽ പറയുന്നത് ആഡ് അക്കൗണ്ട് നമ്മളെ ലെഫ്റ്റിൽ. എന്നിട്ട് നമ്മൾ എന്താണ് എന്നിട്ട് പിന്നെ നെക്സ്റ്റ്, അതായത് അതിൻ്റെ മാനുവൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ അഡീഷണൽ സെർവർ ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് നെക്സ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്ലിക്ക് നെക്സ്റ്റ്, അതായത് പോപ്പ് നമ്മൾ ചെയ്തിട്ട് അവിടെ എന്താണ് നെക്സ്റ്റ് അടിച്ചിട്ട് പോവുക. അതായത് നമ്മൾ അത് അവിടെ ഉണ്ടല്ലോ മാനുവൽ വിത്തൗട്ട് ഓർ സെർവർ ടൈപ്പ്, എന്നിട്ട് അത് ചെയ്യുക. അതിനുശേഷം ഉള്ള സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത് പോപ്പ് IMAP ചെയ്തിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. പിന്നെന്താണ് പോപ്പ് ആൻഡ് IMAP അക്കൗണ്ടിൽ സെറ്റിങ്സിൽ പോയിട്ട് നമ്മളെ നെയിമുകൾ, ഫുൾ ഇമെയിൽ അഡ്രസ്സൊക്കെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്നിട്ട് പിന്നെ സെർവറിൻ്റെ ഇൻഫോർമേഷൻ, അതിൻ്റെ അക്കൗണ്ട് ടൈപ്പ്, ഇൻകമിങ് മെയിൽ സെർവർ എങ്ങനെയിലേക്കാണ് പോണത് എന്നുള്ളതൊക്കെ നമ്മൾ അതിലവിടെ കുറേ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഏതൊക്കെ ഇൻഫോർമേഷനുകളാണോ അവിടെ കൊടുക്കാനുള്ളത് അതൊക്കെ കൊടുത്തതിന് ശേഷം എന്താണ് നമ്മൾ ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യുക. ഓക്കെ, നമ്മൾ മെയിൻലി ആയിട്ട് ഔട്ട്ലുക്ക് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ മെയിൽ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാൻ, പിന്നെ നമ്മളെ മെയിൽ സെർച്ച് ചെയ്യാൻ, ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ എല്ലാം കൂടെ ചിലപ്പോൾ നമുക്ക് മെയിൽ ID ഇതൊന്നും ഓർമ്മയില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതാക്കാൻ അങ്ങനെ അടുക്കി വെച്ച ഇതിലായിരിക്കും ഓരോരോ പാർട്ടുകളാക്കിയിട്ട്. അപ്പം നമുക്കത് മെയിൽ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ. പിന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഇമെയിൽസ് ഫ്ലാഗ്സുകളോ കളേഴ്സുകളോ യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് മെയിൽ ക്ലിക്ക് ചെയ്യാൻ. പിന്നെ എന്താണ് ഇമെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ, പിന്നെ കലണ്ടറിൽ ഷെഡ്യൂൾ ചെയ്യാൻ, ഇന്ന് മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ. പിന്നെ എന്താണ് ഓട്ടോമാറ്റിക്, നമ്മളെ മെയിലിന് ഓട്ടോമാറ്റിക് റിപ്ലൈ തന്നെ കൊടുക്കാൻ, അതിനൊക്കെ നമ്മൾക്ക് MS ഔട്ട്ലുക്ക് യൂസ് ചെയ്യും. ഓക്കെ, അതിൽ ഓൾഡ് ഇമെയിൽസ്, അതായത് 99 GB വരെ ഓൾഡ് മെയിൽസ് അവിടെ ഔട്ട്ലുക്കിൽ എന്ത് ചെയ്യും, സേവ് ചെയ്യും. പിന്നെ ഔട്ട്ലുക്ക് ഹെൽപ്പ് യു ടു സ്റ്റേ ഓർഗനൈസ്ഡ്, മാനേജ് യുവർ ടൈം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റ്, അതായത് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റായിട്ട് നടത്താനൊക്കെ എന്താണ് ഔട്ട്ലുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു ചാപ്റ്ററാണ്. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ മതി. ശരിക്കും നമുക്ക് ഇമെയിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് എന്താണ് സ്ട്രക്ചർ, എന്താണ് MS ഔട്ട്ലുക്ക് എന്ന് മാത്രമേ ഇതിൽ കാര്യമായിട്ട് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ അറിയുന്നതായിരിക്കും അല്ലേ. അപ്പം ഒന്ന് ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ PDF വായിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.